ഗുഡ് ഈവനിങ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. ഓക്കെ, നമ്മളുടെ കുറച്ച് സമയം ഇന്ന് പോയതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നതിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ ടൈം കുറച്ച് നഷ്ടപ്പെട്ടു. അപ്പൊ ബാക്കി ടൈമെങ്കിലും നമുക്ക് സേവ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ക്രിസ്റ്റൽ സിസ്റ്റംസ്, ഇപ്പൊ അടുത്ത ദിവസം ഞാൻ അതും കൂടെ ചേർത്ത് ചോദിക്കും കേട്ടോ. ഇന്നലെ പഠിപ്പിച്ചതും കൂടെ ചേർത്ത് ചോദിക്കും. ഇപ്പൊ ക്രിസ്റ്റൽ സിസ്റ്റംസ് അതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. 14 തരം ഡ്രൈവീസ് ലാറ്റിസുകളെ പറ്റിയും അതിന്റെ കോഡും അതിന്റെ എഡ്ജ് ലെങ്ത്തും ആക്സിയൽ ആംഗിൾസും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത്. ഇന്ന് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. എല്ലാവരും അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതിക്കൊള്ളുക. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. അതായത് നമ്മൾ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ട്, അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് 3 യൂണിറ്റ് സെല്ലുകളെ പറ്റിയേ പഠിക്കാനുള്ളൂ. അതിൻ്റെ അകത്ത് ഒന്നാമത്തതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എല്ലാവരും ഓർത്തു നോക്കൂ, എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് ഓർക്കൂ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. രണ്ടാമത്തത് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. മൂന്നാമത്തേത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഈ 3 എണ്ണത്തിനെ പറ്റിയേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 എണ്ണേ പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് പ്രിമിറ്റീവ്, ഒന്ന് ബോഡി സെന്റേർഡ്, ഒന്ന് ഫേസ് സെന്റേർഡ്. ഈ 3 തരം യൂണിറ്റ് സെല്ലുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യത്തെ ഹെഡിങ് ആയിട്ട് നിങ്ങൾ നമ്പർ 1 എഴുതുക. എന്നിട്ട് എഴുതുക പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് സിമ്പിൾ ക്യൂബിക് എന്നും കൂടെ എഴുതാം. അതായത് പ്രിമിറ്റീവ് എന്ന് ഉദ്ദേശിച്ചാൽ സിമ്പിൾ ക്യൂബിക് എന്നും കൂടെ നമ്മൾ പറയാറുണ്ട് അതിനെ. സിമ്പിൾ ക്യൂബിക് അഥവാ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് അല്ലെ, എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ആർക്കെങ്കിലും പറയാമോ എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ? നബീലിന് പറയാമോ എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? The constituent particles are only found at the edges or the corners. Not edges, at the corners. Corners എന്ന് തന്നെ പറയണം കേട്ടോ. edges എന്ന് പറഞ്ഞാൽ തെറ്റാണ്. The constituent, if the constituent particles are present only at the corners, അതായത് കോർണറുകളിൽ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ വരച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ വരയ്ക്കുന്നത്? നമ്മൾ ആദ്യം ഒരു ക്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചർ വരയ്ക്കുക. എല്ലാവരും ഇതിന്റെ ഒപ്പം വരച്ചെടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കറിയാം പാർട്ടിക്കിൾസ് എവിടെ മാത്രമാണ്? കോർണറിലാണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ കോർണറിൽ ഒരു ആറ്റത്തിനെ വരച്ചു, ഈ കോർണറിൽ വരച്ചു, ഈ കോർണറിൽ വരച്ചു. അങ്ങനെ മൊത്തം 8 കോർണർ ഉണ്ട്. 8 കോർണറിൽ കൂടെ ഞാൻ എന്ത് വരയ്ക്കുന്നു? ആറ്റംസിനെ വരയ്ക്കുന്നു. പിന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ എത്ര വലിയ പാടെന്താ? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആകെ 8 കോർണർ ഉണ്ട്. 8 കോർണറിൽ ഓരോ ആറ്റം വെച്ചുണ്ട്. അപ്പൊ 8 ആറ്റം അല്ലെ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലിൽ മൊത്തം 8 ആറ്റം ഉണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഇതിൽ എത്ര വലിയ പറയാൻ എന്തിരിക്കുന്നു? എന്നാൽ അതങ്ങനെയല്ല. അതായത് ഒരു കോർണറിലുള്ള ആറ്റം എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സെല്ലിന്റെ മാത്രം അവകാശപ്പെട്ട ഒരു ആറ്റം അല്ല. അതായത് ഞാൻ ഈ കോർണറിൽ വരച്ചിരിക്കുന്ന ആറ്റം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ യൂണിറ്റ് സെല്ലിന്റെ മാത്രം ഭാഗമല്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അപ്പൊ ഞാൻ ഇന്നലെ കാണിച്ച ഈ സ്ട്രക്ചർ തന്നെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഈ സ്ട്രക്ചർ എല്ലാവർക്കും കാണാലോ, എല്ലാവരും കാണാം. അപ്പൊ ഇതിന്റെ അകത്ത് ഞാനിപ്പോ ഈ നടുക്കത്തെ ഈ ആറ്റത്തെ, ഈ ചുവന്ന കളറിൽ കാണിച്ചിരിക്കുന്ന ആറ്റത്തെ നിങ്ങൾ നോക്കുക. ഇതൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ആണ്. ഇത് ഈ ഒരു പാർട്ടിക്കിൾ ശരിക്കും എത്ര ക്യൂബിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഈ ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ക്യൂബിന്റെ ഭാഗമാണ് അല്ലെ, ഈ ക്യൂബിന്റെ ഭാഗമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 ക്യൂബുകൾ ചേർന്നാണ് ഈ പറയുന്ന ഒരു പാർട്ടിക്കിളിനെ ഷെയർ ചെയ്തിരിക്കുന്നത്.
അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിള് എന്ന് പറയുന്നത് ഒരു ക്യൂബിന്റെ മാത്രം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ മാത്രം പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതിനെ പല ആളുകൾ പല യൂണിറ്റ് സെല്ലുകൾ ചേർന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര പേര് ചേർന്നാണ് ഷെയർ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു മിഠായി ഉണ്ട്, ചോക്ലേറ്റ്. അതിന്റെ അകത്ത് അത് നിങ്ങളുടെ മാത്രം പ്രോപ്പർട്ടി അല്ല. ഒരു 5 പേര് ചേർന്ന് ആ മിഠായിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഭാഗം കിട്ടും? അതിന്റെ എത്ര ഭാഗം കിട്ടും? നിങ്ങൾക്ക് എത്രയായിരിക്കും അതിന്റെ എത്ര ഭാഗം കിട്ടും? 1/5 അല്ലെ? 5ൽ 1 ഭാഗമല്ലേ കിട്ടുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ മിഠായി ഉണ്ടെങ്കിലും ആ മിഠായിയുടെ 5ൽ 1 ഭാഗം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഇങ്ങനെ പറയേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന ക്യൂബിലുള്ള ഓരോ കോർണറിലുള്ള ആറ്റവും ഒരു ഫുൾ ആറ്റം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു ഫുൾ ആറ്റം അല്ല. അതൊരു ആറ്റത്തിന്റെ ഒരു പീസ് ആണ് എന്ന് നമുക്ക് പറയാം. ആറ്റത്തിന്റെ ഒരു കഷ്ണം ആണെന്ന് നമുക്ക് പറയാം. അപ്പോ ആ ആറ്റത്തിനെ ശരിക്കും എത്ര പേര് ചേർന്ന് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര പേര് ചേർന്നാണ് ഒരു കോർണർ ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദ ആറ്റം ഈസ് ഷെയർഡ് ബൈ യൂണിറ്റ് സെൽസ് അല്ലെ? ഈ യൂണിറ്റ് സെല്ലുകൾ ചേർന്നാണ് ഒരു ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. എത്ര പേര് ചേർന്ന്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മാച്ച് ബോക്സുകളുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊന്ന് ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ഇത് ഈ ഒരു സ്ട്രക്ചർ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മാച്ച് ബോക്സ് വെച്ച് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ഇവിടെ നോക്കുക. അപ്പൊ ഞാനിങ്ങനെ ഒരു പ്രതലം എടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഞാനൊരു മാച്ച് ബോക്സ് വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു മാച്ച് ബോക്സ് കാണാലോ അല്ലേ? എല്ലാവർക്കും കാണാലോ? എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? ഇതിൻ്റെ അകത്ത് ഈ അപ്പർ കോർണർ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ എന്നോട് പറയാം. ഈ മാച്ച് ബോക്സിന്റെ ഈ അപ്പർ കോർണർ, ഈ മുകളിലുള്ള കോർണറിൽ ഒരാറ്റം ഉണ്ടെന്ന് കരുതുക. ഏതാണ്? ഈ മാച്ച് ബോക്സിന്റെ മുകളിലുള്ള ഈ കോർണറിൽ ഒരാറ്റം ഉണ്ട്. ആ ആറ്റത്തിനെ എത്ര പേര് ചേർന്നാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മുകളിലുള്ള കോർണറിലുള്ള ആറ്റത്തിനെ എത്ര പേര് ചേർന്നാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഞാൻ നോക്കിക്കോ, ഞാൻ അതിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വേറൊരു മാച്ച് ബോക്സ് വെക്കാൻ പോവാണ്. ഇതേ ഇങ്ങനെ കൊണ്ടുവച്ചു. ഇങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ഇപ്പൊ ഈ മുകളിലുള്ള ഈ കോർണറിലുള്ള ആറ്റത്തിനെ ഇവര് 2 പേരും കൂടെയാണ് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് പറയാം അല്ലെ? ഈ പറയുന്ന മുകളിലുള്ള കോർണറിൽ ഇപ്പൊ 2 പേര് ചേർന്നാണ് ആ ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണോടെ വെച്ചു. എങ്ങനെ വെച്ചു? ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഒരെണ്ണോടെ ഇങ്ങനെ വെച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോർണറിലുള്ള ആറ്റത്തിനെ ഇവര് 3 പേര് ചേർന്നാണ് ഷെയർ ചെയ്യുന്നത് എന്ന് എനിക്ക് പറയാലോ. ഇവര് 3 പേര് ചേർന്നാണ് ഈ കോർണർ ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണത്തിനെ എങ്ങനെ കൊണ്ടുവച്ചു? എവിടെ വെച്ചു? ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പൊ എനിക്ക് എന്ത് പറയാം? ഈ കോർണറിലുള്ള ഈ കൃത്യം നടുക്ക് കാണുന്ന ഈ കോർണറിലുള്ള ആറ്റത്തിനെ ഇപ്പൊ ഇവര് 4 പേര് ചേർന്നാണ് ഷെയർ ചെയ്യുന്നത് എന്ന് എനിക്ക് പറയാലോ. 4 പേര് ചേർന്നാണ് ഇതിന്റെ കൃത്യം നടുക്കുള്ള കോർണറിലുള്ള ആറ്റത്തിനെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഈ 4 പേര് മാത്രമല്ല, ഇനിയും നമുക്ക് വയ്ക്കാം. എങ്ങനെ വയ്ക്കും? നമ്മള് ഇതിന്റെ മുമ്പിലോട്ട് ഇത് ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച് കഴിയുമ്പോ എന്ത് സംഭവിച്ചു? ഇപ്പോ ഈ കോർണറിലുള്ള ഈ നടുക്കുള്ള ആറ്റത്തിനെ ഇവരെ 5 പേര് ചേർന്നതാണ് ഷെയർ ചെയ്യുന്നത് എന്ന് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണോടെ വെച്ചു, ഇവിടെ വെച്ചു. അപ്പൊ ഇവര് 6 പേര് ചേർന്നാണ് ആ കോർണറിൽ ഇപ്പൊ ആ കോർണർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ? അത് മൂടിപ്പോയി. പക്ഷെ ഈ പറയുന്ന നടുക്കത്തെ കോർണറിലുള്ള ആറ്റത്തിനെ ഈ പറയുന്ന 6 പേര് ചേർന്നാണ് ഷെയർ ചെയ്യുന്നത് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണോടെ വെച്ചു. വീണ്ടും അവസാനം ഞാൻ ഒരെണ്ണോടെ വെക്കുന്നു. ഇപ്പൊ നമുക്ക് എന്ത് പറയാം? 8 പേര് ചേർന്നിട്ടാണ് ഈ കൃത്യം അതിന്റെ സെന്ററിലുള്ള ആ ഒരു കോർണറിനെ എത്ര പേര് ചേർന്നാണ് ഷെയർ ചെയ്തത്? 8 യൂണിറ്റ് സെല്ലുകൾ ചേർന്ന്. ഇത് ഈ ഓരോ മാച്ച് ബോക്സും ഓരോ യൂണിറ്റ് സെല്ലാന്ന് നിങ്ങൾ അങ്ങ് കരുതുക. ക്യൂബിക്കൽ ആയിട്ടുള്ള യൂണിറ്റ് സെല്ലായിരുന്നു എന്ന് കരുതുക. ഇനി കുറച്ചും കൂടെ എളുപ്പത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാലോ. ഇത് ഇച്ചിരി വലുതാണ്. ഇതാണ് നമ്മുടെ കോർണർ. ഈ കോർണറിലുള്ള ആളെയാണ് എല്ലാവരും കാണാമല്ലോ അല്ലെ? ഈ കോർണറിലുള്ള ആറ്റത്തിനെ എത്ര പേര് ഷെയർ ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? അതിന്റെ ഈ വശത്തുനിന്ന് ഒരാളെ കൊണ്ടുവച്ചു. അപ്പൊ 2 പേര് ചേർന്ന് ഷെയർ ചെയ്യുന്നു എന്ന് പറയാം. ഇനി അതിന്റെ മുകളിൽ ഒരാളെ വെച്ചു, ഇപ്പുറം ഒരാളെ വെച്ചു. അപ്പൊ 4 പേര് ചേർന്ന് ഷെയർ ചെയ്യുന്നു എന്ന് പറയാം. മുമ്പിൽ നിന്ന് 2 പേരെ താഴ്ത്തോട്ട് വെച്ചു, പിന്നെ 2 പേരെ മുകളിലും വെച്ചു. അപ്പൊ മൊത്തം എത്ര പേരായി? 8 പേര്. 8 പേര് ചേർന്നാണ് ഒരു കോർണറിലുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ഒരു കോർണറിലുള്ള ആറ്റമാണെങ്കിൽ
അത് ഒരു യൂണിറ്റ് സെല്ല് ചേർന്നിട്ടല്ല ഷെയർ ചെയ്യുന്നത്, 8 യൂണിറ്റ് സെല്ലുകൾ ചേർന്നിട്ടാണ് ഒരു കോർണർ ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കോർണറിൽ ആ ആറ്റത്തിന്റെ എത്ര ഭാഗം ഉണ്ടാവും നിങ്ങൾക്ക് പറയാമോ? ഒരു കോർണറിൽ അപ്പൊ ആ ആറ്റത്തിന്റെ എത്ര ഭാഗം ഉണ്ടാവും? 8 പേര് ചേർന്ന് ഒരാറ്റത്തെ ഷെയർ ചെയ്തേക്കുവാണ്. അപ്പൊ ഒരു കോർണറിൽ ആ ആറ്റത്തിന്റെ എത്ര ഭാഗം ഉണ്ടാവും? നീമയ്ക്ക് പറയാമോ? 1/8 അല്ലേ? 1/8 അല്ലെ? 1/8 പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ നോക്കുക, ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഞാനിപ്പോ ഈ കോർണർ എടുക്കുകയെന്ന് വിചാരിക്കുക. ഈ കോർണർ എടുത്താൽ ഇത് കാണുമ്പോൾ നമുക്ക് ഇതൊരു ഫുൾ ആറ്റം ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഇതൊരു ഫുൾ ആറ്റം ഇല്ല. ഇത് എത്രയേ ഉള്ളൂ? 1/8 ഷെയറേ ഉള്ളൂ. ആ ആറ്റത്തിന്റെ 8-1 മാത്രമേ ആ കോർണറിലുള്ളൂ. കാരണം അടുത്തിരിക്കുന്ന യൂണിറ്റ് സെല്ലുകൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ എടുത്ത സ്ട്രക്ചറിലേക്ക് നോക്കണം. ഈ സ്ട്രക്ചറിൽ നിങ്ങൾ നോക്കേണ്ടത് ശരിക്കും ഈ അറ്റത്തിരിക്കുന്ന ആറ്റം ഒന്നും അല്ല. കാരണം അറ്റത്തിരിക്കുന്നതിനെ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തെറ്റിപ്പോകും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിന്റെ ഒത്ത നടുക്ക് ഇവിടെ ഈ ഒത്ത നടുക്കായിട്ടിരിക്കുന്ന ആറ്റത്തിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒത്ത നടുക്കിരിക്കുന്ന ആറ്റത്തെ നോക്കുക. അത് എത്ര ക്യൂബ് ചേർന്നാണ് അവരെ ഷെയർ ചെയ്തേക്കണം നോക്കി. ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്. അപ്പൊ 2 ആയി. പിന്നെ പുറകിൽ 1, 2, അപ്പൊ 4 ആയി. പിന്നെ മുകളിൽ 6 ആയി. പിന്നെ ഇവിടെ ഇവിടെ അങ്ങനെ 8 ക്യൂബുകൾ ചേർന്നിട്ടാണ് ഈ നടുക്കുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്തിരിക്കുന്നത്. 8 ക്യൂബുകൾ ചേർന്ന് അല്ലെങ്കിൽ 8 യൂണിറ്റ് സെല്ലുകൾ ചേർന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു കോർണറിലുള്ള ആറ്റത്തിനെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. അപ്പൊ ബൈ ഹാർട്ട് ചെയ്യുക. ഒരു കോർണർ ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത് എത്ര പേര് ചേർന്നിട്ടാണ്? 8 പേര് ചേർന്ന്. അപ്പൊ ഒരു കോർണറിൽ ഒരു ആറ്റത്തിന്റെ എത്ര ഭാഗമേ ഉള്ളൂ? 1/8. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് സെല്ല് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന യൂണിറ്റ് സെൽ ഉണ്ടല്ലോ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എടുത്താൽ അതിന്റെ അകത്ത് എത്ര ആറ്റം ഉണ്ട് കണ്ടുപിടിക്കാമോ? ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ എ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ദെൻ? എല്ലാവർക്കും 1 മിനിറ്റ് ഞാൻ ടൈം തരുന്നതായിരിക്കും. കണ്ടുപിടിക്കാമോ നോക്കിക്കേ. ഒരു കോർണറിൽ ഒരാറ്റത്തിന്റെ 8-1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ മൊത്തം എത്ര ആറ്റം ഉണ്ട് എന്നാണ് എന്റെ ചോദ്യം. പറയാമോ സൈദ എത്രയുണ്ടെന്ന്? ഒന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ പ്രശ്നം ഉണ്ടോ? ഞാൻ പറയുന്നത് മൊത്തം കേൾക്കുന്നില്ലേ? അല്ല, അതിലെ ഒരു കോർണറിൽ ആ മൊത്തം കോർണർ എത്രയാണെന്ന് ചോദിച്ചത്. അതിനകത്തുള്ള കംപ്ലീറ്റ് കോർണർ. അതായത് ഞാനിപ്പോ ഈ ബോർഡിൽ വരച്ചിരിക്കുന്ന യൂണിറ്റ് സെൽ സൈസ് കണ്ടല്ലോ, ആ യൂണിറ്റ് സെല്ലിൽ മൊത്തം എത്ര ആറ്റംസ് ഉണ്ട്? ഹൗ മെനി ആറ്റംസ്? ഒരെണ്ണത്തിൽ 1/8 ആവുമ്പോ എത്രത്തിൽ അങ്ങനെയാണോ? എത്രയായി മൊത്തം? അതാണ് എന്റെ ചോദ്യം. 1/8 × 8 ആണോ? 1/8 × 8 എന്ന് പറഞ്ഞാൽ എത്രയാ ഉത്തരം? 1. അപ്പൊ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റം ഉണ്ട്? ഓൺലി 1 ആറ്റം. അപ്പൊ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലുള്ള ആറ്റംസിന്റെ നമ്പർ ആണ് 1/8 × 8 അല്ലെ? 1/8 × 8 എന്ന് പറഞ്ഞാൽ ഒരാറ്റമേ ആ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ഉള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയമുള്ളവർ എന്നോട് ചോദിച്ചേ. എനി ഡൗട്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരണ പോലെ എഴുതിക്കോളുക കേട്ടോ. എഴുതിക്കോളുക. കേട്ടില്ല? 8 ആറ്റം ഇല്ല, അതെങ്ങനെ 1 ആയേ? അതായത് ആകാശം ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഒരാറ്റം മൊത്തം ഉണ്ടോ ആകാശം? ഇല്ല. കാരണം ഈ ആറ്റത്തിന്റെ 1/8 ഭാഗമേ ഇവിടെ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ ആറ്റം മൊത്തത്തിൽ ഇല്ല, ഇവിടെയും 1/8 ഭാഗമേ ഉള്ളൂ. ഈ ആറ്റം മൊത്തത്തിൽ ഇല്ല, അവിടെയും 1/8 ഉള്ളൂ. കാരണം എല്ലായിടത്തും ഈ ഒരു യൂണിറ്റ് സെൽ മാത്രമല്ലല്ലോ, അതിന്റെ തൊട്ടടുത്ത് വേറെ യൂണിറ്റ് സെല്ലുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 8 പേര് ചേർന്നാണ് ഓരോ കോർണറിലുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും 1/8 ഉള്ളൂ, ഇവിടെയും 1/8 ഉള്ളൂ, ഇവിടെയും 1/8 ഉള്ളൂ, ഇവിടെയും 1/8 ഉള്ളൂ, ഇവിടെയും 1/8 ഉള്ളൂ. അപ്പൊ മൊത്തത്തിൽ ഈ യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ 1/8 കൂടെ കൂട്ടിയാൽ പോരെ? എല്ലാ 1/8 കൂടെ കൂട്ടുന്നതിന് പകരം 1/8 × 8 എന്ന് എഴുതിയാൽ പോരെ? അപ്പൊ ഈ 8 8 വെട്ടിപ്പോവും. അപ്പൊ = 1 കിട്ടും. സോ ഒരാറ്റമേ ആ യൂണിറ്റ് സെല്ലിലുള്ളൂ. ഓക്കേ സർ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആകാശിന്? നോ സർ. ഓക്കെ. അപ്പൊ എഴുതിക്കോളുക. ഇൻ എ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, atoms are present only at the corners. In a primitive unit cell, atoms are present only at the corners.
അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ് പോയിന്റ്, ഈച്ച് ആറ്റം അറ്റ് ദ കോർണർ, അറ്റ് എ കോർണർ, ഈച്ച് ആറ്റം അറ്റ് എ കോർണർ, ഈച്ച് ആറ്റം അറ്റ് എ കോർണർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ, ഈസ് ഷെയർഡ് ബിറ്റ്വീൻ, ഈസ് ഷെയർഡ് ബിറ്റ്വീൻ, ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 8 adjacent unit cells, 8 adjacent unit cells, 8 adjacent unit cells. അടുത്ത പോയിന്റ്, നെക്സ്റ്റ്, therefore only 1/8 fraction of the atom, only 1/8 fraction no portion no endu vadillu ezhudam, fraction of the atom belongs to a unit cell, belongs to a unit cell. എന്നിട്ട് താഴെ എഴുതുക, so number of atoms in a primitive unit cell is equal to, so number of atoms in a primitive unit cell is equal to 1/8 into 8 corners, 1/8 into 8 corners equal to 1 atom, equal to 1 atom. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം. ഇതോടുകൂടി പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. രണ്ടാമത്തെ ഹെഡിങ് എഴുതിക്കൊള്ളുക. സെക്കൻഡ് വൺ ഈസ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആർക്ക് പറയാം? ജൊഹാനൊക്കെ പറയാമോ എന്താണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന്? The constant particles are present in the corner as well as in the center of the face. The constituent particles are not only present at the corners, but they are also present at the center of each face. ഓരോ ഫേസിന്റെയും സെന്ററിലും കൂടെ എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് കോർണറിലും ആറ്റം ഉണ്ട്, ഓരോ ഫേസിന്റെയും സെന്ററിലും ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ആദ്യം കാണിച്ച ഇത് തന്നെ എടുത്തു. ഇത് ഇതിന്റെ അകത്ത് കോർണറിലുള്ള ആറ്റം ഉണ്ട്. കോർണറിലുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് സെല്ല് ചേർന്നാണ് ഷെയർ ചെയ്യുന്നതെന്ന് നമ്മളിപ്പോ പഠിച്ചു അല്ലെ? എത്ര യൂണിറ്റ് സെല്ല് ചേർന്നാണ് ഷെയർ ചെയ്യുന്നത്? 8 യൂണിറ്റ് സെല്ലുകൾ ചേർന്ന്. 8 യൂണിറ്റ് സെല്ല് ചേർന്നാലാണ് ഒരു കോർണർ ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഒരു ഫേസിന്റെ നടുക്കുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത് 8 യൂണിറ്റ് സെല്ലുകൾ ചേർന്നായിരിക്കും. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര യൂണിറ്റ് സെല്ലുകൾ ചേർന്നാൽ ഒരു ഫേസിന്റെ നടുക്ക്, അതായത് ഈ ഫേസ് എടുക്കുക നിങ്ങളിപ്പോ, ഞാൻ ഇത് കാണിച്ചിരിക്കുന്ന ഫേസ്, ആ ഫേസിന്റെ നടുക്ക് ഒരു ആറ്റം ഉണ്ടെന്ന് കരുതുക. ആ ഫേസിന്റെ നടുക്ക് ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിനെ എത്ര യൂണിറ്റ് സെല്ലുകൾ ചേർന്നായിരിക്കും ഷെയർ ചെയ്യാൻ സാധ്യത എന്ന് നിങ്ങൾ നോക്കുക. അതായത് ഇതിന്റെ അടുത്ത് എത്ര യൂണിറ്റ് സെല്ലുകൾ വരും എന്ന് നോക്കിയാൽ പോരെ? ഫേസിന്റെ നടുക്ക് നിങ്ങൾക്ക് കൈ വെച്ച് കാണിക്കാവുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആക്ഷൻ കാണിക്കാവുന്നതാണ്. പല പല നമ്പറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. 1, 2, 4. ചിലൊരു നമ്പറേ കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കുക അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു യൂണിറ്റ് സെൽ എടുക്കണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ആദ്യത്തെ പോലെ മാച്ച് ബോക്സ് എടുക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ ഈ പ്രതലത്തിൽ തന്നെ വെച്ച് കാണിക്കും. ഇങ്ങോട്ട് നോക്കുക, വളരെ എളുപ്പമാണ്. ഒരു മാച്ച് ബോക്സ് ഞാനങ്ങ് വെച്ചു. ഈ മാച്ച് ബോക്സിന്റെ ഈ സൈഡില് ഈ വശത്തുള്ള ഫേസ്, ഈ വശത്തുള്ള ഫേസിലാണല്ലോ ഒരാറ്റം ഉള്ളത്. ആ ആറ്റത്തിനെ എന്ത് ചെയ്യാം? നമ്മൾ ഒരു മാച്ച് ബോക്സും കൂടെ എങ്ങനെ അങ്ങ് വച്ചു കഴിഞ്ഞാൽ അത് മൂടിപ്പോയില്ലേ? ഈ 2 പേര് ചേർന്നാണ് ആ ഫേസിലുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. ഇനി ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ മേളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫേസുമായിട്ട് കോണ്ടാക്ട് ഇല്ലല്ലോ. ഞാനിപ്പോ ഇതിന്റെ മേളിൽ ഒരാളെ വെച്ചു. ഇതിന്റെ മേളിൽ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ക്യൂബിന്റെ ഫേസുമായിട്ട് വല്ല കോണ്ടാക്റ്റും ഉണ്ടോ? ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ നമുക്ക് ഈ പറയുന്ന ആളുടെ ഈ ഫേസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത് ഇങ്ങനെ ഒരാളെ വെച്ചാൽ മാത്രമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
ഒരു ഫേസിലുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത് എത്ര യൂണിറ്റ് സെല്ലുകൾ ചേർന്നാണ്? 2 യൂണിറ്റ് സെല്ലുകൾ ചേർന്നിട്ടാണ്. സോ 2 യൂണിറ്റ് സെല്ലുകൾ ചേർന്നാണ് ഒരു ഫേസിലുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിലുള്ള ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ആ ആറ്റത്തിന്റെ എത്ര ഭാഗം ഉണ്ടാവും നിങ്ങൾക്ക് പറയാമോ? ഒരു യൂണിറ്റ് സെല്ല്, അതിന്റെ ഒരു ഫേസ്, ആ ഫേസിൽ ആറ്റം ഉണ്ടല്ലോ, ആ ആറ്റത്തിന്റെ എത്ര ഭാഗം ഉണ്ടാവും? അപ്പൊ നമ്മൾ കോർണറിൽ 1/8 എന്ന് പറഞ്ഞതുപോലെ ഫേസിൽ എത്ര ഭാഗം ഉണ്ടാവും? 2 പേര് ചേർന്നാണ് ഫേസിലുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിൽ അപ്പൊ എത്ര ഭാഗം കാണും നിങ്ങൾക്ക് പറയാമോ? അല്ലുവിന് പറയാമോ? അതായത് നമ്മുടെ കയ്യിൽ ഒരു യൂണിറ്റ് സെൽ ഉണ്ട്. ആ യൂണിറ്റ് സെല്ലിന് എത്ര ഫേസ് ഉണ്ട് അല്ലു? എത്ര ഫേസ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിന്? എത്ര ഫേസ്? ഫേസ് താഴെ മുകളില് മുമ്പില് പുറകില് 6. 6 ഫേസ്. അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫേസ് അല്ലു എടുക്കുക. ഏതെങ്കിലും ഒരു ഫേസ്, ഇപ്പൊ സൈഡിലുള്ള ഫേസ് എടുക്കുക. ആ സൈഡിലുള്ള ഫേസിന്റെ നടുക്ക് ഒരു ആറ്റം ഉണ്ടെന്ന് കരുതുക. ആ ആറ്റത്തിനെ എത്ര പേര് ചേർന്നാ ഷെയർ ചെയ്യുന്നത്? 2 യൂണിറ്റ് സെല്ലുകൾ ചേർന്നാണ് ഷെയർ ചെയ്യുന്നത്. അതായത് 2 പേര് ഇങ്ങനെ അടുപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവന്റെയും 2 പേരുടെയും കോമൺ ഷെയറിങ്ങിലുള്ള ആളാണ് ഈ ഫേസിലുള്ള ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ അപ്പൊ ആറ്റത്തിന്റെ എത്ര ഭാഗം ഉണ്ടെന്ന് അതാണ് എന്റെ ചോദ്യം. 2 യൂണിറ്റ് സെല്ല് ചേർന്നാണ് ഒരു ആറ്റത്തെ ഷെയർ ചെയ്യുന്നതെങ്കിൽ ഒരാളുടെ കയ്യിൽ 1/2 അല്ലെ? ഒരാളുടെ കയ്യിൽ അപ്പൊ എത്രയാണുള്ളൂ? 1/2 ഷെയറേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇങ്ങനെ ഒരു യൂണിറ്റ് സെല്ല് വരച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇതുപോലെ ഇത് വരയ്ക്കണ്ട കേട്ടോ, ആരും വരയ്ക്കൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ ഒരു യൂണിറ്റ് സെല്ല് വരച്ചു കഴിഞ്ഞാൽ ഇതിന് 6 ഫേസ് ഉണ്ട് അല്ലെ? ഇതിന് 6 ഫേസ് ഉണ്ട്. ഈ 6 ഫേസിൽ ഞാനിപ്പോ ഈ മുകളിലത്തെ ഫേസ് എടുക്കുകയാണ്. ഈ മേളിലത്തെ ഫേസിൽ ഒരാറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ മൊത്തം അവിടെ ഇല്ല, പകരം എത്രയേ ഉള്ളൂ? 1/2 ഉള്ളൂ. ആ ആറ്റത്തിന്റെ അരഭാഗമേ ആ ഫേസിലുള്ളൂ. അതുപോലെ എല്ലാ ഫേസിലും ആറ്റത്തിന്റെ അരഭാഗം വച്ചേ ഉള്ളൂ. ഓരോ ആറ്റത്തിന്റെയും ഹാഫ് വച്ചിട്ടേ ഓരോ ഫേസിലും ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു FCC യൂണിറ്റ് സെല്ല് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാമോ? ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ ആൻ FCC യൂണിറ്റ് സെൽ? ഒരു FCC യൂണിറ്റ് സെല്ലിൽ അങ്ങനെയാണെങ്കിൽ എത്ര ആറ്റം ഉണ്ട് മൊത്തം? ഇതെനിക്ക് വേണമെങ്കിൽ ബോർഡിൽ വരച്ച് കാണിക്കാവുന്നതുമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഞാനിപ്പോ ഇങ്ങനെ ഒരു യൂണിറ്റ് സെല്ല് വരച്ചു. ഇങ്ങനെ ഒരു യൂണിറ്റ് സെല്ല് വരച്ചു. ഈ യൂണിറ്റ് സെല്ലിന്റെ ഈ വശം, അതായത് നമ്മുടെ വലതുവശം, ഈ ഭാഗത്ത് ഇവിടെ ഒരു ആറ്റം ഉണ്ടെന്ന് കരുതുക. ഈ ഭാഗത്തായിട്ട് ഒരു ആറ്റം ഉണ്ട്, അതായത് ഈ ഫേസിൽ. ഏത് ഫേസാ? ഈ ഫേസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത് എനിക്ക് ഒരു യൂണിറ്റ് സെല്ല് കൂടെ വരയ്ക്കാൻ പാടില്ല. ഇങ്ങനെ വരയ്ക്കാലോ? ഇങ്ങനെ വരയ്ക്കാൻ പാടില്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ആറ്റം, ഇവിടെ നിൽക്കുന്ന ആറ്റത്തെ ഈ 2 യൂണിറ്റ്, ഈ ചുവന്ന യൂണിറ്റ് സെല്ലും ഈ കറുത്ത യൂണിറ്റ് സെല്ലും കൂടെ ചേർന്ന് ഷെയർ ചെയ്തേക്കുവാണ് ആ ഫേസിലുള്ള ആറ്റത്തിനെ. അതായത് ആ ഫേസിലുള്ള ആറ്റത്തിനെ ഇപ്പൊ 2 പേര് ചേർന്നാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും യൂണിറ്റ് സെല്ലിനെ? ഇനി ആ ഫേസിലെ ആറ്റത്തിനെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് സെല്ലിനെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ഒരിടത്തും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഈ 2 പേർക്ക് ചേർന്നേ ആ ഫേസിലുള്ള ആറ്റത്തിന് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 2 പേരുടെയും കൂടെയാണ് ആറ്റം. അപ്പൊ ഒരാളുടെ കയ്യിൽ എന്തോരം ഉണ്ടാവുള്ളൂ? ആ ആറ്റത്തിന്റെ പകുതിയെ കാണുള്ളൂ ഒരു ഫേസിൽ. അപ്പൊ കൊണ്ടുവരുന്നതിന്റെയും 1/2 ആണ്. കേട്ടില്ല? എന്നിട്ട് പറഞ്ഞേ. കൊണ്ടുവരുന്നതിന്റെ 1/2 ആണ്. അതെ, മനസ്സിലായി. അതായത് ഒരാറ്റത്തിന് ഈ 2 യൂണിറ്റ് സെല്ലുകൾ കൂടെ ചേർന്ന് ഷെയർ ചെയ്തേക്കുവാണ് ഒറ്റയാള്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു FCCയിലുള്ള മൊത്തം ആറ്റത്തിന്റെ നമ്പർ കണ്ടുപിടിക്കാമോ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഹൗ മെനി ആറ്റംസ്? നിങ്ങൾക്ക് കൈ കൊണ്ട് കാണിക്കാവുന്ന ഒരു ആക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൈ കൊണ്ട് ആക്ഷൻ കാണിക്കാവുന്നതാണ്. ഒരു FCC യൂണിറ്റ് സെല്ലിൽ മൊത്തം എത്ര ആറ്റം ഉണ്ട്? ഹൗ മെനി ആറ്റംസ്? മിക്കവാറും പേരും കാണിച്ചിരിക്കുന്ന ഉത്തരം ഇതാണ്. എന്നാൽ ഞാൻ പറയുന്നു ഇതല്ല.
3 എന്നല്ലേ എല്ലാരും കാണിച്ച ഉത്തരം. നിങ്ങൾ ഒന്നോടെ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കാം. 3 അല്ല ഉത്തരം. ഇറ്റ് ഈസ് നോട്ട് 3. ബുദ്ധി അങ്ങ് പ്രവർത്തിക്കട്ടെ കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് ബുദ്ധി അങ്ങോട്ട് നമ്മളൊക്കെ അല്ലേ, നമുക്ക് പരിചയമില്ലാത്തൊരു കെമിസ്ട്രി ആയി പോയി അല്ലെ. കെമിസ്ട്രി എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെയല്ല കരുതിയത് അല്ലെ. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിലുള്ളൊരു ഇംപ്രഷൻ ഇതല്ലല്ലോ. ഇങ്ങനെ ബോളും വടിയും ക്യൂബും നിങ്ങൾ പറഞ്ഞത് ഫേസിലുള്ള ആറ്റത്തിനെ മാത്രം കൗണ്ട് ചെയ്തിട്ടല്ലേ. ഒരു FCC യൂണിറ്റ് സെല്ലിൽ ഫേസിൽ മാത്രമാണോ ആറ്റം ഉള്ളൂ? കോർണറിലും ആറ്റം ഇല്ലേ? കോർണറിലെ ആറ്റത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്തോ? അന്യക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുമല്ലോ. അന്യയുടെ ഒരു ഫേസ് കണ്ടിട്ട് എനിക്ക്. അന്യ, പ്ലീസ് ടേൺ ഓൺ യുവർ ഓഡിയോ. ആൻസർ അന്യക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല, എനിക്ക് ക്ലിക്കായില്ല. എനിക്ക് തോന്നിയത് ഇപ്പൊ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അതായത് അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പാടുണ്ട്. അതായത് നമ്മളുടെ അന്യ എങ്ങനെ സങ്കല്പിക്കുക. അതായത് ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ട് അന്യയുടെ കയ്യില്. ഇങ്ങനെ ഒരു ക്യൂബ്. ഈ ക്യൂബിന്റെ ഒരു ഫേസ് മാത്രം കൺസിഡർ ചെയ്യപ്പോ തൽക്കാലം. ഏത് ഫേസ് ആണ്? ഈ ഒരു ഫേസ് മാത്രം. ഈ ഫേസിന്റെ നടുക്ക് ആരുണ്ട്? ഒരാറ്റം ഉണ്ട്. ഈ ഫേസിന്റെ നടുക്കായിട്ട് ഒരാറ്റം ഉണ്ട്. പക്ഷെ ഈ ആറ്റത്തിനെ ഷെയർ ചെയ്യാം ആരുമായിട്ട്? ഇതിന്റെ തൊട്ടടുത്ത് ഞാനൊരു ക്യൂബ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ക്യൂബ് ഞാൻ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആണ് ഇപ്പൊ ഈ ആറ്റം എന്ന് പറയുന്നത്. അതായത് ഫേസിൽ ഇരിക്കുന്ന ആറ്റം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം പ്രോപ്പർട്ടി അല്ല, രണ്ടുപേരുടെ പ്രോപ്പർട്ടിയാണ്. 2 യൂണിറ്റ് സെല്ലുകൾ. ഇപ്പൊ ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആകെ ഒരു യൂണിറ്റ് സെല്ല് ഉള്ളോ? അല്ലല്ലോ, ഇഷ്ടംപോലെ യൂണിറ്റ് സെല്ലുകൾ ഇല്ലേ? കുറെ യൂണിറ്റ് സെല്ലുകൾ കൂടി ചേരുമ്പോഴല്ലേ നമുക്കൊരു ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുന്നത്, അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് കിട്ടുന്നത്. അപ്പൊ യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. അപ്പൊ യൂണിറ്റ് സെല്ലുകൾ അടുക്കുമ്പോൾ എന്ത് പറ്റും? ആറ്റംസിനെ ഷെയർ ചെയ്യേണ്ടി വരും. കാരണം ഒരു യൂണിറ്റ് സെല്ല് വയ്ക്കുന്നു, അതിന്റെ തൊട്ടടുത്ത് വേറൊരു യൂണിറ്റ് സെല്ല് വയ്ക്കുമ്പോൾ അവര് തമ്മിൽ കോണ്ടാക്ട് വരുന്നത് എവിടെയൊക്കെയാണോ അവിടെയുള്ള ആറ്റംസിനെ മൊത്തം അവർ ഷെയർ ചെയ്യും. അപ്പൊ കോർണറുകൾ തമ്മിൽ കോണ്ടാക്ട് വരും, ഫേസുകൾ തമ്മിൽ കോണ്ടാക്ട് വരും. അപ്പൊ അവിടെയുള്ള ആറ്റംസിനെ ഒക്കെ അവർ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ കോർണറിലുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യാൻ 8 യൂണിറ്റ് സെല്ലുകൾ വേണം. 8 യൂണിറ്റ് സെല്ലുകൾക്ക് ചേർന്ന് ഒരു കോർണറിലുള്ള ആറ്റത്തിനെ ഷെയർ ചെയ്യാം. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിന്റെ കയ്യിൽ ആ ആറ്റത്തിന്റെ 1/8 മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഒരു കോർണറിൽ 1/8 മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫേസിൽ എടുത്തു കഴിഞ്ഞാൽ, ഫേസിലുള്ള ആറ്റം, ഒരു യൂണിറ്റ് സെല്ലിന്റെ ഫേസിൽ ഒരു ആറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത് 2 യൂണിറ്റ് സെല്ലുകൾ ചേർന്നിട്ടാണ്. 2 യൂണിറ്റ് സെല്ലുകൾ ചേർന്ന് ഒരാറ്റത്തെ ഷെയർ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസിൽ ആ ആറ്റത്തിന്റെ പകുതി മാത്രമേ കാണുള്ളൂ. 1/2 പോർഷൻ മാത്രമേ കാണൂ. അത് ഒരു ഫേസിലെ കാര്യം പറയുന്നത്. ഇതുപോലെ എല്ലാ ഫേസിലും 1/2 വെച്ചിട്ടുണ്ടാവും. അപ്പൊ മൊത്തം 6 ഫേസില്ലേ? 6 ഫേസിലും 1/2 പോർഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയായി മൊത്തം? 6 × 1/2. 6 × 1/2 എന്ന് പറയുമ്പോൾ എത്രയായി? 3. അപ്പൊ 3 ആറ്റം അങ്ങനെ തന്നെയായി. അപ്പൊ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന് 6 ഫേസ് ഉണ്ട്. ഓരോ ഫേസിലും അര ആറ്റം വെച്ചിട്ട്, ഹാഫ് ആറ്റം വെച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫേസും കൂടെ ചേർന്ന് 6 × 1/2, അതായത് എത്രയാണ്? 3 ആറ്റംസ്. 3 ആറ്റമായി. പക്ഷെ അത് മാത്രമല്ലേ ഉള്ളൂ, കോർണറിലും ആറ്റം ഉണ്ടല്ലോ. ഒരു കോർണറിൽ 1/8 പോർഷൻ വെച്ചില്ലേ? അങ്ങനെ എത്ര കോർണർ ഉണ്ട് മൊത്തം? 8 കോർണർ ഉണ്ട്. അപ്പൊ ആ 1/8 × 8 അതും കൂടെ കൗണ്ട് ചെയ്യണം. അപ്പൊ 1 എന്ന് കിട്ടും. അപ്പൊ ഈ 3യും ആ 1 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മൊത്തം 4 എന്ന് കിട്ടും. സോ ഇൻ ആൻ FCC യൂണിറ്റ് സെൽ there are 4 atoms. 4 ആറ്റംസ് ആണ് ഒരു FCC യൂണിറ്റ് സെല്ലിൽ ഉള്ളത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 6 × 1/2, അതായത് ഓരോ ഫേസിലും അര വച്ചുണ്ട്. അങ്ങനെ 6 ഫേസ് ഉണ്ട്. അപ്പൊ 6 × 1/2 പ്ലസ് ഓരോ കോർണറിലും എത്ര കോർണർ ഉണ്ട്? 8 കോർണർ ഉണ്ട്. ഓരോ കോർണറിലും 1/8 വെച്ചുണ്ട്. അപ്പൊ ഇത് കൂട്ടി കഴിയുമ്പോൾ 6 × 1/2 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 8 × 1/8 എന്ന് പറഞ്ഞാൽ 1, 3 1 കൂടെ കൂട്ടിയാൽ 4. അപ്പൊ ഒരു FCC യൂണിറ്റ് സെല്ലില് മൊത്തം എത്ര ആറ്റംസ് ഉണ്ട്? 4 ആറ്റംസ് ആണ്. അപ്പൊ ഇനി എല്ലാരും ഞാൻ പറയുന്നത് എഴുതിക്കൊള്ളുക. ഇൻ ആൻ FCC യൂണിറ്റ് സെൽ, FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെന്റേഡ് ക്യൂബിക് കേട്ടോ. ഫേസ് സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ.
in an FCC unit cell, comma, എന്നിട്ട് താഴെ എഴുതുക number of atoms present at the corners, number of atoms present at the corners equal to 1/8 into 8, 1/8 into 8 equal to 1 atom, ഒരു ആറ്റം എന്ന് കിട്ടും. ഇനി വീണ്ടും അടുത്ത സെന്റൻസ് ആയിട്ട് താഴെ എഴുതുക number of atoms present at the phase center, number of atoms present at the phase center, number of atoms present at the phase center is equal to 1/2 into 6, 1/2 into 6 equal to 3 atoms, equal to 3 atoms. അപ്പോൾ എന്ത് എഴുതണം? therefore total number of atoms present, therefore total number of atoms present in a phase centered unit cell, total number of atoms present in a phase centered unit cell, phase centered unit cell is equal to 3 plus 1 equal to 4 atoms, 3 plus 1 equal to 4 atoms. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് FCC, phase centered unit cell. അങ്ങനെയാണെങ്കിൽ എല്ലാവരും 3 എന്ന നമ്പർ ഇടുക, എന്നിട്ട് എഴുതിക്കൊള്ളുക ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. മൂന്നാമത്തെ ലാസ്റ്റ് വൺ, ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കോർണറുകളിൽ കൂടി എല്ലാം ആറ്റം ഉണ്ട്, അത് കൂടാണ്ട് ആ ക്യൂബിന്റെ ഒത്ത നടുക്ക്, അതായത് ആ ക്യൂബിന്റെ ഉള്ളിലായിട്ട് ഉൾഭാഗത്തായിട്ട് ഒരു മൊത്തം ആറ്റം, ഒരു ഫുൾ ആറ്റവും കൂടെ ഉണ്ട്, ഒരു ആറ്റവും കൂടെ ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമോ? ഹൗ മെനി ആറ്റംസ് ആർ ദർ? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. സ്വന്തമായിട്ട് ഉത്തരം കിട്ടിയവർക്ക് ആക്ഷൻ കാണിക്കാം കേട്ടോ. ആകാശിന്റെ ശരിയാണ്, അൽസാഫിന്റെ ശരിയാണ്, നിമയുടെ ശരിയാണ്, നബീലിന്റെ ശരിയാണ്, പിതയുടെ ശരിയാണ്, ജോയലിന്റെ ശരിയാണ്, ഹരിഗോവിന്ദിന്റെ കറക്റ്റ് ആണ്. കുറച്ചു പേർക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടാത്തവരുടെ അടുത്ത് അവരെ കൊണ്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാവുന്നു. ഓക്കെ, അന്യ തന്നെ ഓൺ ചെയ്യൂ, ഓഡിയോ ഓൺ ചെയ്യൂ. അന്യ ആണോ? എന്താ ആൻസർ 2 ആണോ? ആ, ആൻസർ കിട്ടിയില്ല, പക്ഷെ ആക്ഷൻ കാണിച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഞാൻ കാണിച്ചോ? ഞാൻ കണ്ടില്ല എന്നാ. ഓക്കെ, ആൻസർ ഈസ് 2 അല്ലെ? 2 ആണ് ആൻസർ. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കുക. ഒരു ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു യൂണിറ്റ് സെല്ല് നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇഫ് യു ടേക്ക് എ യൂണിറ്റ് സെൽ ലൈക്ക് ദിസ്, ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതിന്റെ കോർണറുകളിൽ കൂടി ആറ്റം ഉണ്ട്. ഇവിടെയുണ്ട്, 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 കോർണറുകളിൽ കൂടി ആറ്റം ഉണ്ട്.
അതുകൂടാണ്ട് ഈ ക്യൂബിന്റെ ഒത്ത നടുക്കായിട്ട്, അതായത് ഈ ഉള്ളില്, ഈ ക്യൂബിന്റെ ഉൾഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു മൊത്തം ആറ്റവും കൂടെ ഉണ്ട്. ഒരു ആറ്റം മൊത്തമായിട്ട് ആ ക്യൂബിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ക്യൂബിന്റെ ഉള്ളിലുള്ള ആറ്റത്തിനെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ക്യൂബിന്റെ അടുത്ത് വേറൊരു ക്യൂബ് കൊണ്ടുവച്ചു എന്ന് വെച്ചുകൊണ്ട് ഉള്ളിലുള്ള ആറ്റത്തിനെ ആരും ഷെയർ ചെയ്യുന്നൊന്നുമില്ല. ഫേസുകൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഒരു ക്യൂബിന്റെ ഫേസും വേറൊരു ക്യൂബിന്റെ ഫേസും കൂടെ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. പക്ഷെ ഒരു ക്യൂബിന്റെ ഉള്ളിലിരിക്കുന്ന സാധനത്തിനെ വേറൊരു ക്യൂബിന്റെ ഉള്ളിലിരിക്കുന്ന ആളുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ ഈ ഉള്ളിലിരിക്കുന്ന ആറ്റം എന്ന് പറയുന്നത് ഈ ക്യൂബിന്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിനെ നിങ്ങൾക്ക് വൺ ആറ്റം, ഒരു ഫുൾ ആറ്റമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യും. അപ്പൊ അതിനെ 1 എന്ന് എടുക്കുവാണെങ്കിൽ കോർണറിൽ നിങ്ങൾക്ക് അറിയാലോ 1/8 ഷെയർ അല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ 1/8, ഇവിടെ 1/8, അങ്ങനെ എല്ലായിടത്തും 1/8 അല്ലേ ഉള്ളൂ. അപ്പൊ 1/8 × 8 അല്ലെ, അത് 8 കോർണർ ഉണ്ട്. അങ്ങനെ 1/8 × 8 = 1 ആറ്റം എന്ന് കിട്ടും. ഇതാണ് കോർണറിൽ നിന്നുള്ള ഷെയർ. പിന്നെ ബോഡി സെന്ററിന്റെ ഉള്ളിൽ മൊത്തത്തിൽ ഒരു ആറ്റം ഉണ്ടല്ലോ, ആ ആറ്റത്തിനെ ആരും ഷെയർ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതിന് ഫുൾ ആറ്റമായിട്ട് കൂട്ടാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ആറ്റംസ്. അപ്പൊ ഒരു ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിന് മൊത്തം എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട്. ഒരു യൂണിറ്റ് സെൽ എടുത്താൽ അതിനകത്ത് 2 ആറ്റംസ്. അപ്പൊ എല്ലാരും എഴുതിക്കോ. അതിന്റെ ഉള്ളിൽ ഒറ്റൊരു ഫുൾ ആറ്റം ഉള്ളൂ. അതായത് ആ യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ മൊത്തത്തിൽ ഒരു ആറ്റം ഉണ്ടാവും, ഫുൾ ആയിട്ട് ഒരു ആറ്റം. അല്ലാണ്ട് മറ്റേ ഇപ്പൊ ഫേസിൽ ഇരിക്കുന്ന ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേര് ചേർന്ന് ഷെയർ ചെയ്യുന്ന ആറ്റമാണ്. കോർണറിൽ ഇരിക്കുന്ന ആറ്റം എന്ന് പറഞ്ഞാൽ 8 പേര് ചേർന്ന് ഷെയർ ചെയ്ത ഒരു ആറ്റമാണ്. പക്ഷെ ബോഡി സെന്ററിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആറ്റം എന്ന് പറഞ്ഞാൽ അത് ആ ക്യൂബിന്റെ മാത്രമാണ്, ആരും ഷെയർ ചെയ്യാനില്ല. ഫുൾ ആറ്റം ആ ക്യൂബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും എഴുതുക, താഴെ എഴുതിക്കൊള്ളുക. ഇൻ എ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, in a body centered unit cell, in a body centered unit cell, comma, താഴെ എഴുതുക. എന്നിട്ട് number of atoms present at the corners, number of atoms present at the corners, number of atoms present at the corners equal to 1/8 × 8 equal to 1 atom, equal to 1/8 × 8 equal to 1 atom. വീണ്ടും താഴെ എഴുതുക. number of atoms present at the body center, number of atoms present at the body center equal to 1 atom. ആ ആറ്റത്തിനെ മൊത്തമായിട്ട് നമുക്ക് എടുക്കാം. equal to 1 atom. Therefore total number of atoms in a body centered unit cell, therefore total number of atoms in a body centered unit cell equal to 1 + 1 equal to 2 atoms. 2 atoms. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം. ഇതോടുകൂടി ആ ഭാഗം തീർന്നു. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഇമാജിനേഷൻ ആവശ്യമുള്ള, അതായത് കുറച്ചും കൂടി പ്രശ്നമുള്ള ഒരു സാധനത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അതിന് നിങ്ങൾ എല്ലാവരും ഹെഡിങ് ആയിട്ട് എഴുതിക്കൊള്ളുക. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് 3D ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് കുറച്ച് ഇമാജിനേഷനും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ കീനായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാവരും എഴുതുക ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതുക ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുക? എന്താ ഫെലിക്സിന് തോന്നിയത് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആണ്. സോളിഡ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോളിഡ്സിന് ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? അവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തേക്കുവാണെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടൈറ്റ്ലി പാക്ഡ് എന്നാണ് അതിന്റെ അർത്ഥം.
അല്ലെ? സോളിഡ്സിൽ അങ്ങനെയാണല്ലോ, വസ്തുക്കൾ വളരെ ആറ്റംസ് ഇങ്ങനെ വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആറ്റംസിനെ, അല്ലെങ്കിൽ ഞാൻ ആറ്റംസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് കരുതിക്കൊള്ളുക. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലോസ് പാക്കിംഗ്. അപ്പൊ എല്ലാവർക്കും എന്തെഴുതാം? ഇൻ സോളിഡ്സ് the constituent particles are tightly packed and this kind of packing is known as this type of packing is known as close packing in solids. അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതുക, in close packing the constituent particles are considered as hard spheres. അതെല്ലാവരും ശ്രദ്ധിച്ച്, അതായത് നമ്മൾ പാർട്ടിക്കിൾസിനെ ഇനി ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾ ഏതായാലും, ആറ്റം ആയാലും ശരി, അയോൺ ആയാലും ശരി, മോളിക്യൂൾ ആയാലും ശരി, എല്ലാ പാർട്ടിക്കിളിനെയും നമ്മൾ എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്? ഇത് വരയ്ക്കണ്ടേ, നമുക്ക് ബോഡിയിൽ വരയ്ക്കണം. അപ്പൊ വരയ്ക്കുന്നത് ഏത് ഷേപ്പിലാണ് നമ്മൾ വരയ്ക്കുന്നത്? ഹാർഡ് ആയിട്ടുള്ള സ്പിയർ. അപ്പൊ സ്പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് നോക്കുക, ഇതുപോലത്തെ സ്പെറിക്കൽ ഷേപ്പിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതുപോലത്തെ ഹാർഡ് സ്പിയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആറ്റംസ് ആണെങ്കിലും മോളിക്യൂൾസ് ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ക്ലോസ് പാക്കിംഗിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ദേ ആർ കൺസിഡേർഡ് ടു ബി ഹാർഡ് സ്പിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഇനി എല്ലാവരും അടുത്ത സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുക, വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. എന്നിട്ട് എഴുതുക, here the constituent particles are close packed only in one direction. Here the constituent particles are packed closely packed only in one direction. അതായത് നിങ്ങൾ നോക്കിക്കേ, നമുക്ക് 3 ആക്സിസുകൾ ഉണ്ടല്ലോ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ആക്സിസിൽ കൂടി മാത്രം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ പാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ആക്സിസിൽ കൂടെ മാത്രം, ഒന്നെങ്കിൽ എക്സ്, അല്ലെങ്കിൽ വൈ, അല്ലെങ്കിൽ ഇസഡ്. അപ്പൊ നമ്മൾക്ക് കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എക്സ് ആക്സിസ് എന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ എക്സ് ആക്സിസിൽ കൂടി മാത്രം സ്പിയേഴ്സ്, അതായത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ അടുക്കി വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ വരയ്ക്കുന്നു. എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ അല്ല, ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തത് നമ്മൾ ഇവിടെ വരയ്ക്കുന്നു, അടുത്തത് നമ്മൾ ഇവിടെ വരയ്ക്കുന്നു, അടുത്തത് ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ നമ്മൾ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യണം. സ്പേസ് ഒന്നുമില്ല, അതിന്റെ ഇടയ്ക്ക് സ്പേസ് ഒന്നുമില്ല, ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഞാനിപ്പോ വരച്ചപ്പോ എല്ലാ സ്പിയറിന്റെയും സൈസ് ഐഡന്റിക്കൽ ഒന്നും അല്ല, ഐഡന്റിക്കൽ സൈസ് ആയിരിക്കണം കേട്ടോ എല്ലാ സ്പിയറിനും. അത് കുഴപ്പമില്ല, കുറച്ചൊക്കെ നമ്മൾ കൈവച്ച് വരയ്ക്കുമ്പോൾ മാറിപ്പോകും, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ വരയ്ക്കുന്നത്, ഇതുപോലെ നമ്മൾ ആറ്റംസിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ, അയോൺസിനെ ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഈ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എന്താണെന്നാണ് ഇനി പഠിക്കേണ്ടത്. കോർഡിനേഷൻ നമ്പർ. അപ്പൊ എന്താണ് കോർഡിനേഷൻ നമ്പർ എന്ന് എഴുതിക്കോളുക ആദ്യം.
coordination number. It is the number of nearest neighbors. It is the number of nearest neighbors which are in close contact with a given particle. എന്താണ് എഴുതിയത്? It is the number of nearest neighbors which are in close contact with a given particle. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുക. ആ പാർട്ടിക്കിളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള എത്ര മറ്റ് പാർട്ടിക്കിൾ ഉണ്ടോ ആ എണ്ണത്തിനെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിക്കിളുമായിട്ട് മറ്റെത്ര പാർട്ടിക്കിളിന് കോണ്ടാക്ട് ഉണ്ട് അതാണ് എന്ത് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് ഈ ഒരു ആറ്റം എടുത്തു എന്ന് വിചാരിക്കുക. ഈ സ്പിയറുമായിട്ട് ഡയറക്റ്റ്ലി എത്ര പേർക്ക് കോണ്ടാക്ട് ഉണ്ട്? ഡയറക്റ്റ് ആയിട്ട് എത്ര നിയറസ്റ്റ് നെയ്ബേഴ്സ് ഉണ്ട് ഈ സ്പിയർ എടുത്തു കഴിഞ്ഞാൽ? ഹൗ മെനി നെയ്ബേഴ്സ് ആർ ദെയർ? 2 അല്ലെ? കാരണം എന്താണ്? അതിന്റെ തൊട്ട് ഇടത്തുവശത്ത് ഒരെണ്ണമുണ്ട്, അതിന്റെ തൊട്ട് ഇടത്തുവശത്ത് ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഈ രണ്ടുപേരും അല്ലേ നേരിട്ട് കോണ്ടാക്ട് ഉള്ളൂ. പിന്നെ ഉള്ളവരൊക്കെ അതിന്റെ അപ്പുറമുള്ളവരല്ലേ. നമ്മൾ എടുക്കുന്ന സ്പിയറുമായിട്ട് എത്ര പേർക്ക് കോണ്ടാക്ട് ഉണ്ട് അതാണ് നോക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ എത്രയാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ? 2. So for one dimensional close packed structures നമ്മൾ 2 ആണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. The coordination number is 2. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നാം, അപ്പൊ അറ്റത്തിരിക്കണ ആകെ ഒരു സ്പിയറുമായിട്ടല്ലേ കോണ്ടാക്ട് ഉള്ളൂ, അപ്പൊ കോർഡിനേഷൻ നമ്പർ 1 ആയില്ലേ അല്ലെ? അങ്ങനെ വേണേ ആലോചിക്കാം അല്ലെ? പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ട്. ആ കോടിക്കണക്കിന് ആറ്റംസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് അറ്റത്തിരിക്കുന്ന ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പറിൽ വളരെ വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. നമ്മൾ ബൾക്കിലിരിക്കുന്ന ആറ്റംസിനെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ ബോർഡറിൽ ഇരിക്കുന്ന ആറ്റംസിനെ കോർഡിനേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ ദ കോർഡിനേഷൻ നമ്പർ ഫോർ വൺ ഡയമെൻഷൻ കോർഡിനേഷൻ നമ്പർ ഒരെണ്ണാണ് വരുള്ളൂ ഒരു സിസ്റ്റത്തിന്. മനസ്സിലായില്ല? ഒന്നോടെ ചോദിച്ചേ. ഈ കോർഡിനേഷൻ നമ്പർ ഒരെണ്ണാണോ വരുള്ളൂ? വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിന് ആകെ ഈ ഒരു കോർഡിനേഷൻ നമ്പറേ ഉള്ളൂ, 2. വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ ആണ് ഇറ്റ് ഈസ് 2. So 2 is the coordination number. ഇത്രയാണ് നിങ്ങൾക്ക് വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി പറയാനുള്ളത്. അതിന്റെ ഒരു മോഡൽ കാണിക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഒരു സ്പിയർ, അതിന്റെ തൊട്ടടുത്ത സ്പിയർ, അതിന്റെ തൊട്ടടുത്ത സ്പിയർ, അതിന്റെ തൊട്ടടുത്ത സ്പിയർ, ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. സോ ദിസ് ഈസ് വൺ ഡയമെൻഷൻ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഈ നടുക്ക് ബോർഡറിൽ ഇരിക്കണതിനെ നോക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ നടുക്കിരിക്കുന്നതിനെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ തൊട്ട് ഇപ്പറേ ഒരെണ്ണമുണ്ട്, ഇപ്പറേ ഒരെണ്ണമുണ്ട്. ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരുന്ന 2 ആറ്റംസ് ആണുള്ളത്. അപ്പൊ 2 പാർട്ടിക്കിൾസ് ആണുള്ളത്. സോ ദ കോർഡിനേഷൻ നമ്പർ ഈസ് 2. കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. അപ്പൊ അടുത്തത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. നെക്സ്റ്റ് ഈസ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് എഴുതുക. അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് തന്നെ എഴുതാമോ എന്ന് നോക്കിക്കേ. വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിന്റെ ഡെഫിനേഷൻ ഞാൻ എഴുതുന്നിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് ചെറിയൊരു വേരിയേഷൻ വരുത്തിയാൽ മതിയല്ലോ. എല്ലാവരും എഴുതുക, എന്നിട്ട് ഒരാൾ വായിക്കുക. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. വായിക്കാമോ ജോയലെ? Here the constituent particles are close packed only in 2 directions. Here the constituent particles are close packed in 2 directions. 2 directions.
നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് ബ്രാക്കറ്റിൽ എലോങ് എക്സ് ആൻഡ് വൈ എന്നും കൂടെ എഴുതാൻ വേണമെങ്കിൽ എലോങ് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്ക് എന്ന് പറയുന്നത്. ഇനി ആരും ഞാൻ ഈ ബോർഡിൽ വരയ്ക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ വരച്ചെടുക്കണ്ട, ഞാൻ പറയുമ്പോൾ വരച്ചാൽ മതി. ഇപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് കണ്ടിരുന്നാൽ മാത്രം മതി. വരയ്ക്കാൻ നേരത്തെ ഞാൻ പറയാം, നോക്കുക. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എക്സ് ആക്സിസിൽ കൂടിയും വൈ ആക്സിസിൽ കൂടി 2 ആക്സിസിൽ കൂടിയും പാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം എക്സ് ആക്സിസിൽ കൂടി പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഒരു സ്പിയർ വരച്ചു, പിന്നെ ഒരു സ്പിയർ വരച്ചു, പിന്നെ ഒരു സ്പിയർ വരച്ചു. ഇങ്ങനെ നമ്മളൊരു എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം. ഞാനിപ്പോ ഒരു 3-4 എണ്ണം വരയ്ക്കുകയാണ്. ഇത് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗേ ആയുള്ളൂ. ഇനി 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വൈ ആക്സിസിലേക്ക് ഇങ്ങനെ പാക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ മേളിൽ കയറ്റി ഒരെണ്ണത്തിനെ വരച്ചു, പിന്നെ ഇതിന്റെ മേളിൽ കയറ്റി ഒരെണ്ണത്തിനെ വരച്ചു, പിന്നെ ഇതിന്റെ മേളിൽ കയറ്റി ഒരെണ്ണത്തിനെ വരച്ചു, ഇതിന്റെ മേളിൽ കയറ്റി ഒരെണ്ണത്തിനെ വരച്ചു. ഇതെല്ലാം നമ്മൾ കൂട്ടിമുട്ടിച്ച് വരയ്ക്കണം കേട്ടോ. ഇതിന്റെ മേളിൽ കയറ്റി ഒരെണ്ണം വരച്ചു, ഇതിന്റെ മേളിൽ കയറ്റി ഒരെണ്ണം വരച്ചു, ഇങ്ങനെ. ഇതുപോലെ നമ്മൾ മുകളിലോട്ട് പാക്ക് ചെയ്ത് പോവാണ്. ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. സോ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ എക്സ് ഡയറക്ഷനിലേക്കും വൈ ഡയറക്ഷനിലേക്കും ആറ്റംസിനെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ക്ലോസ് പാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ ഒരു നിരക്ക്, അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ റോയ്ക്ക് ഞാൻ എ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിലത്തെ റോയ്ക്ക് ഞാൻ എന്ത് പേര് കൊടുക്കണം? അതായത് താഴത്തെ റോയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം മേളത്തെ റോയ്ക്ക് ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഷേപ്പിനോ അല്ലെങ്കിൽ ഇരിക്കുന്നതിനോ ഒരു വ്യത്യാസമില്ലല്ലോ. താഴെ ഇരിക്കുന്ന പോലെ തന്നെയല്ലേ മേളിലും ഇരിക്കുന്നത്. അല്ലാണ്ട് ഒരു സ്ഥാനഭ്രംശം ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെ അതിന്റെ ഇച്ചിരി നീങ്ങിയോ ഒന്നും അല്ല ഇരിക്കുന്നത്. താഴെ ഇരിക്കുന്നതിന്റെ നേരെ മേളിലാണ് അടുത്തത് ഇരിക്കുന്നത്. അപ്പൊ അതിനും നമുക്ക് എന്ത് പേര് തന്നെ കൊടുക്കാം? എ എന്ന് നമുക്ക് കൊടുക്കാം. അതിന്റെ തൊട്ട് മേളിലിരിക്കുന്നതും ഈ 2 റോ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്, യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ. അപ്പൊ അതിനും നമ്മൾക്ക് എന്ത് കൊടുക്കാം? എ എന്ന് തന്നെ പേര് കൊടുക്കാം. അതുകൊണ്ട് ഈ ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. എന്താണ് വിളിക്കുന്നത്? എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്നാണ് പറയുന്നത്. എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. ഇതിനെ വേറൊരു പേര് കൂടെ വിളിക്കും. ആ പേര് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇതിന്റെ കോർഡിനേഷൻ നമ്പർ ഒന്ന് കണ്ടുപിടിക്കാവോ എന്ന് നോക്കിക്കേ, മോഡലിട്ട് നോക്കിക്കേ. കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള വഴി എന്നാന്ന് ഞാൻ പറഞ്ഞു തന്നു. ബോർഡർ ആറ്റംസിനെ എടുക്കരുത്, നടുക്കുള്ള ഏതെങ്കിലും ആറ്റംസിനെ എടുക്കുക. ആ ആറ്റം ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന ആറ്റംസിന്റെ നമ്പർ എത്രയാണെന്ന് നോക്കുക. ആൻസർ പറയണ്ട, ആക്ഷൻ, ഓൺലി ആക്ഷൻസ് കേട്ടോ. ചോദിച്ചു ഡൗട്ട് ചോദിച്ചു. ഇവിടെ 3 ലെയറല്ല വരച്ചത്, അപ്പൊ 4 ലെയർ നമ്മുടെ ആ പേര് മാറുമോ? ഇല്ല, അങ്ങനെ എത്ര വേണമെങ്കിലും കൊടുക്കാം. അതിപ്പോ ഒരു 2-3 എണ്ണം കൊടുത്താൽ മതി. എ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്, പിന്നെ എ ആണ്, പിന്നെ എ ആണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോ അല്ലു എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. വെറുതെ എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എഴുതരുത്, അത് തെറ്റാ. 2 എണ്ണമെങ്കിലും എഴുതണം. 3 എണ്ണം എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് 3 എണ്ണം എഴുതിക്കോളൂ. ഓക്കെ അന്യയുടെ ആൻസർ കറക്റ്റ് ആണ്. കോർഡിനേഷൻ നമ്പർ എല്ലാവരും പറഞ്ഞ എത്രയാണെന്ന്? കോർഡിനേഷൻ നമ്പർ എല്ലാവരുടെയും കറക്റ്റ്. കുറച്ച് പേര് കാണിച്ചിട്ടില്ലല്ലോ. 4 ആണ് ഇതിന്റെ കോർഡിനേഷൻ നമ്പർ. കാരണം എന്താ? നിങ്ങൾ നോക്കുക, ഞാനിപ്പോ ഈ ഒരു സ്പിയർ എടുത്തു വിചാരിക്കുക. ഈ സ്പിയർ എടുത്തു കഴിഞ്ഞാൽ അവനുമായിട്ട് ടച്ച് ചെയ്തേക്കണ ആളെ നോക്കിയാൽ ഇവൻ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇവൻ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവൻ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടച്ചിങ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഈ പുള്ളിയും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 4 പേരല്ലേ ഈ ഞാനിപ്പോ എടുത്തിരിക്കുന്ന സ്പിയറുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിലുള്ള 4 പേരല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എ ടൈപ്പ് ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ ഈസ് 4. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? സർ, ഇപ്പൊ താഴത്തെ റോയിൽ പറഞ്ഞിട്ട് നമുക്ക് 3 അല്ലേ കിട്ടും? അതാ ഞാൻ പറഞ്ഞത്, ബോർഡറിലുള്ള ആറ്റംസിനെ എടുക്കരുതെന്ന്. ബോർഡർ ആറ്റംസിനെ എടുക്കരുത്, ബോർഡറിൽ നിൽക്കുന്നവരെ എടുക്കരുത്, ഉള്ളിലുള്ളവരെ എടുക്കണം എന്നാണ് പറഞ്ഞത്.
ബോർഡർ ആറ്റംസിനെ എടുക്കരുത്. നിങ്ങൾ ഒരു എൻറ്റയർ ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബോർഡറിലുള്ള ആറ്റംസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്തിയാൽ തെറ്റിപ്പോകും. സംശയമില്ലല്ലോ സർ. അപ്പോ ഇപ്പം നമ്മുടെ ബോർഡർ ആയിട്ട് ഫസ്റ്റ് എ എടുക്കുന്നെങ്കിൽ താഴോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? താഴോട്ട് കൊടുക്കുമ്പോൾ അത് ബോർഡർ ആയില്ലല്ലോ. താഴോട്ട് കൊടുക്കുമ്പോൾ പിന്നെ അതിനെ ബോർഡർ നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അതല്ല, അപ്പോ മേളിലത്തെ ക്യാൻസൽ ചെയ്തിട്ട് താഴോട്ട് വരച്ചാലും ഇത് തന്നെയല്ലേ കൊടുക്കാൻ പറ്റും? പിന്നെ നിങ്ങൾക്ക് താഴോട്ടും മേളിലോട്ടും ഇത് എത്ര വേണേലും എക്സ്റ്റെൻഡ് ചെയ്യാന്നേ. ഞാനിപ്പോ 3 റോ വരച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ 16 റോ വരയ്ക്കാം, വേണമെങ്കിൽ 200 റോ വരയ്ക്കാം, എത്ര വേണമെങ്കിൽ ആൻസർ പേപ്പർ മൊത്തം വരച്ചു വെക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. ബട്ട് അതിനുള്ള ടൈമൊന്നും നമുക്കില്ലല്ലോ. ഒരു 3-4 റോ ദാറ്റ് ഈസ് ഇനഫ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമാധാനത്തിന് ഒരു റോ കൂടെ വരച്ചോ, എന്നാലും പ്രശ്നമൊന്നുമില്ല. അതിൽ കൂടുതലൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത്രത്തിൽ നിന്ന് തന്നെ നമ്മുടെ പോയിന്റ്സ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ഇനഫ്. 2, 3, 4 റോ വരച്ചാൽ മതി കേട്ടോ. എത്ര റോ വരച്ചാലും എന്റെ പേര് എ ടൈപ്പ് ക്ലോസ് ബാക്കിംഗ് തന്നെയായിരിക്കും. അത് വേണമെങ്കിൽ എ അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം, നോ പ്രോബ്ലം. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 സ്പിയറുകളുമായിട്ടാണല്ലോ ഇത് ടച്ച് ചെയ്തിരിക്കുന്നത്. ഈ 4 സ്പിയറിനെ ജോയിൻ ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. അതായത് ഈ 4 സ്പിയറിന്റെയും സെന്ററിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണെന്ന് എന്നോട് പറയുക. എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സ്പിയർ ടച്ച് ചെയ്തിരിക്കുന്ന 4 സ്പിയറുകളെയും ചേർത്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നത്? എന്ത് മാത്തമാറ്റിക്കൽ ഫിഗർ ആണ് കിട്ടുന്നത്? ഈസ് ഇറ്റ് എ സർക്കിൾ? ഈസ് ഇറ്റ് എ ട്രയാങ്കിൾ? ഈസ് ഇറ്റ് എ പെന്റഗൺ? അങ്ങനെ എന്ത് ഷേപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എല്ലാം ഐഡന്റിക്കൽ സ്പിയേഴ്സ് ആണെന്ന് ഓർക്കണം കേട്ടോ. നമ്മളിപ്പോ വരച്ചപ്പോ ഇച്ചിരി എണേകോണേന്നൊക്കെയാണ് ഇരിക്കണമെങ്കിലും എല്ലാം വളരെ കൃത്യം ഐഡന്റിക്കൽ സ്പിയേഴ്സ് ആണ് അതെല്ലാം. അപ്പൊ എന്ത് സ്ട്രക്ചർ ആണ് കിട്ടുന്നതെന്ന് പറയാമോ? ആരാ പറയുന്നത്? നീമയ്ക്ക് പറയാമോ എന്ത് സ്ട്രക്ചറാ കിട്ടിയെന്ന്? സർ ക്യൂബ് ആണോ റോംബസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. ക്യൂബും അല്ല റോംബസും അല്ല. ഞാൻ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കും? ഇതും കൂടെ ജോയിൻ ചെയ്യുക, ഇതും കൂടെ ജോയിൻ ചെയ്യുക, ഇതും കൂടെ ജോയിൻ ചെയ്യുക, ഇതും കൂടെ ജോയിൻ ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ. ഇറ്റ് ഈസ് എ സ്ക്വയർ. ഇതൊരു സ്ക്വയർ ആണ് അല്ലെ? 4 കറക്റ്റ് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം എന്താ? ഇത് ഐഡന്റിക്കൽ സ്പിയേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാവരും ഐഡന്റിക്കൽ സ്പിയേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ 4 പേരെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? ഒരു സ്ക്വയർ ഷേപ്പ് ആണ്. ആ സ്ക്വയർ ഒന്ന് ഇച്ചിരി ട്രീറ്റ് ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ അല്ലെ? നമുക്ക് സ്ക്വയർ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാലോ. ഇങ്ങനെയും വരയ്ക്കാലോ സ്ക്വയർ അല്ലെ? ഇതൊരു സ്ക്വയർ തന്നെയാണ്. സ്ക്വയർ സ്ക്വയർ. സാർ അപ്പം നടുക്കത്തെ ഡയമണ്ട് ഒന്നും എടുത്തിട്ട് കേട്ടോ. സാർ അപ്പൊ നടുക്കത്തെ ആറ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. നടുക്കത്തെ ആറ്റായിട്ട് അപ്പൊ അതായിട്ട് കണക്ട് ചെയ്യണോ? ഇല്ല, ആ ആറ്റം നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണല്ലോ. ആ ആറ്റത്തിനെ അല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആറ്റംസിനെയാണ് റെഫറൻസ് പോയിന്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അനന്തു ഓൺലൈനിലുണ്ടോ? അനന്തു? ഓക്കെ. സാറിന് എന്തോ പറയാനുണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഗുഡ് ഈവനിങ്. വോയിസ് ക്ലിയർ ആണോ എന്റെ? അതെ ക്ലിയർ ആണ്. ഞാനിപ്പോ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ബൈ വീക്കിലി എക്സാമിന്റെ കാര്യം പറയാനാണ്. നിങ്ങളുടെ ബൈ വീക്കിലി എക്സാം വരുന്ന ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ 7:30 to 8:30. ഓക്കെ ആണോ? ഈ വരുന്ന ഫ്രൈഡേ 7:30 to 8:30. അതിന് മുമ്പായിട്ട് നമുക്ക് അതിനൊരു ഡെമോ നടത്തണം. എനിക്ക് ഏത് സമയത്താണ് ഒരു അരമണിക്കൂർ ഡെമോ എക്സാം നടത്താനായിട്ട് ഫ്രീ ആവുക? ഈ ആഴ്ചയിലൊക്കെ സ്കൂളുണ്ടോ? റെസ്പോണ്ട് ചെയ്ത് രാവിലെയുള്ള സ്കൂളിൽ ക്ലാസ്സുകളുണ്ടോ? എത്ര മണിക്ക് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും? സ്കൂളിലോട്ട് എപ്പോ വരുന്നത്? എല്ലാ സ്കൂളുകാർക്കും ക്ലാസ് ഉണ്ടോ? +2 എത്ര മണി വരെ ഉണ്ടാവുമോ? സ്കൂളിലോട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവീനിയന്റ് ആയിട്ട് സമയം ഒരു അരമണിക്കൂർ. ഞങ്ങൾക്ക് 3 മണി വരെ. അനന്ത് ഒരു ടൈം ഒന്ന് പറയാൻ തോന്നിട്ട് അത് കൺവീനിയന്റ് ആണോ എന്ന് ചോദിച്ചു. ഈവനിങ് ഒരു 5:30 ഓക്കെ ആണോ? 5:30 നാളെ 5:30 PM. അല്ലെങ്കിൽ നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് 8 PM ഓക്കെ ആണോ?
എന്നാൽ നമുക്ക് നാളെ അങ്ങനെ കണ്ടക്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നാളെ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ഡെമോ സെഷൻ ഉണ്ടാവും, എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യാന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് ലിങ്കിൽ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ ജോയിൻ ചെയ്തോളാം. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മാക്സിമം 30 മിനിറ്റ്സ് താഴെ എടുക്കുള്ളൂ. ഓക്കെ ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോർഡിനേഷൻ നമ്പർ 4 ആയതുകൊണ്ടും ആ സ്പിയേഴ്സിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് കഴിഞ്ഞിട്ടില്ല, നമ്മളുടെ സമയം പക്ഷെ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ തൽക്കാലം നിർത്തുവാണ്. ബാക്കി നാളെ പഠിച്ചോണ്ട് വരാം കേട്ടോ. താങ്ക് യു. Thank you, sir. Thank you, sir. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. യെസ് പറഞ്ഞോളൂ. Sir, ഒരു സെക്കൻഡ്.